അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആശൂറ രാവ് ആയിക്കഴിഞ്ഞാൽ, അഥവാ മുഹറം 10 നാളെയാണ് പകലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള രാത്രിയിൽ ആശൂറായിൻ്റെ രാത്രി, രാവ് എന്നൊക്കെ പറയും. രാവ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ രാത്രി എന്നാണ്. അപ്പോൾ ആശൂറ രാത്രിയിൽ ചൊല്ലേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുഹറം 1 ചെയ്ത ആ കാര്യവും കൂടി ഇന്ന് ചെയ്യണം. അഥവാ മുഹറം 1 360 ആയത്തുൽ കുർസി നമ്മൾ ഓതിയല്ലോ, അതേപോലെ ആശൂറ രാവിലും അഥവാ ആശൂറ രാത്രിയിൽ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടെ ഓതണം. അത് ഓതുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഉളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നിട്ടാണ് ചെല്ലേണ്ടത്. എങ്ങനെയായിരിക്കേണ്ടത്? മുട്ടുകുത്തിയിട്ടാണ് ഇരിക്കേണ്ടത്. സുജൂദിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മുട്ടുകുത്തുമല്ലോ, അവിടെ സ്റ്റക്കാവുക. സുജൂദ് ചെയ്യണമെന്നല്ല, ആ രൂപം പറഞ്ഞതാണ്. 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മുട്ടുകുത്തിയിരുന്ന് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടെ ഓതിക്കൊണ്ടിരിക്കുക. 360 തീരുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് ചൊല്ലുക. അത് കഴിഞ്ഞ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് ദുആ ചെയ്യണം. അത് 84 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലാഹുമ്മ ഇന്ന ഹാദിഹി ലൈലത്തുൻ ജദീദ എന്നുള്ള ആ ദുആ 12 വട്ടം ചൊല്ലണം. ആ ദുആ ഞാൻ ഫുള്ളായി ഒന്ന് വായിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്ന ഹാദിഹി ലൈലത്തുൻ ജദീദത്തുൻ വശഹ്റുൻ ജദീദ് വസനത്തുൻ ജദീദത്തുൻ ഫഅഅ്തിനില്ലാഹുമ്മ ഖൈറഹാ وخير ما فيها واصرف عني شرها وشر ما فيها وشر فتنتها ومحدثاتها وشر النفس والهوى والشيطان الرجيم 12 വട്ടം. അതിനുശേഷം നമുക്ക് കഴിയുന്നത് പോലെ ദുആ ചെയ്യുക. പിന്നീട് 100 സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, 100 വട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അതും 100 വട്ടം ചൊല്ലുക. ഇത്രയും ചൊല്ലിയാൽ ആ വർഷം ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ മോശത്തരത്തിൽ നിന്നും അള്ളാഹു കാവൽ നൽകുമെന്ന് കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ല ഹമീദ് ബിൻ മുഹമ്മദ് മക്കി ഷാഫി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ആ മഹാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞപ്പോൾ 70 പ്രാവശ്യം ചൊല്ലാൻ എന്തോ ഒരു ദിക്റുണ്ടല്ലോ എന്ന് ചിലപ്പോൾ സംശയിക്കും. അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇത് 70 വട്ടം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ആശൂറ പകലിൽ ചൊല്ലേണ്ടുന്ന കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ വരാം. അള്ളാഹു മനസ്സിലാക്കാനും ചെയ്യാനുമൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി മുഹറം 10 മുമ്പുള്ള രാത്രിയിൽ ദുആ ചെയ്യുക. അള്ളാഹു ഒരുപാട് അമ്പിയാക്കളുടെ ദുആ അതിന് ഉത്തരം നൽകാൻ ഒരുക്കി വെച്ച രാത്രിയാണ് അല്ലെങ്കിൽ ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം അള്ളാഹു പരിഹാരം തരാൻ ആ ദിവസം മാറ്റിവെച്ചേക്കാം. നല്ല പ്രതീക്ഷയോടെയല്ലേ ദുആ ചെയ്യേണ്ടത്? പ്രതീക്ഷ ഒന്നുകൂടി വർദ്ധിക്കാൻ ആ രാത്രിയുടെ ആ മഹത്വവും കാര്യങ്ങളുമെല്ലാം ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.